ശോഭാസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചക്കക്കുരു മുരിങ്ങക്കായും കൂടിയാണ് തോരൻ വെക്കുന്നത്. ഉണ്ടോ, ഇത്രയും ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു പൊളിച്ച് ഞാനിങ്ങനെ കീറി വെച്ചു. കണ്ടോ, പൊടി പൊടിയായിട്ട് തീരെ കുഞ്ഞാക്കിയിട്ടാണ് ഇത് കീറിയേക്കുന്നത്. ഇത് നമുക്ക് അടുപ്പത്ത് വെക്കണം. ഉണ്ടോ, ഇത്രയും കുഞ്ഞാക്കി കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ ചീകി എടുക്കുക എന്ന് പറയും പോലെയാണ് എടുത്തേക്കുന്നത്. മുരിങ്ങക്കായിലേക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള മാതളം, ഇതിൻ്റെ ഉള്ളിലുള്ള അതെല്ലാം നമ്മൾ സ്പൂണ് വെച്ച് ചീകിയെടുത്തു. ഉണ്ടോ, ഇതൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ ചിലത് ഇതൊക്കെ മൂത്ത് പോയിട്ട് സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. ഇതൊന്നിനും പറ്റൂല. ഇത് കറിയിലിട്ടാൽ തന്നെ സ്പോഞ്ച് പോലെ ഇരിക്കും. ഇതിൽ മുളകോ ഉപ്പോ ഒന്നും പിടിക്കൂല ഈ സാധനത്തിൽ. അപ്പം നമുക്ക് ഇളയതാണ് നല്ലത്. ഇളയെന്ന് പറഞ്ഞാൽ പിഞ്ച്. ഇതൊക്കെ നല്ല സാധനമായിരുന്നു. കണ്ടോ, നല്ല വഴുവഴുന്ന ഇത് നമ്മൾ ഇതിങ്ങനെ കണ്ടോ, നല്ല ഇതായി. അതുപോലെ നമ്മളിതെല്ലാം ഇതിൽ നിന്ന് ചീകിയെടുത്ത്, ഇത് കണ്ടോ, ഇതിൻ്റെ പുറം അതോ ഇതിങ്ങനെ ചീകിയെടുത്തു. ആ ചീകിയെടുത്തതാണ് ഇത് കേട്ടോ. ആ സാധനം എന്താണ്, എന്താ ഇത് ഭംഗിയാണ് കാണാനല്ലേ, എന്തെല്ലാം അല്ലേ. നമുക്കിതെല്ലാം പ്രകൃതിയിലുള്ള ഓരോ കറി വെക്കാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനെ എൻ്റെ മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് നോക്കിയോ, അവർ പ്രകൃതി നമുക്ക് തരുന്ന ഓരോ പച്ചക്കറി വെക്കാനുള്ളതാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെണ്ടയ്ക്കാണെങ്കിലും ഒരുപാട് വിറ്റാമിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. മുരിങ്ങക്കായ ഏറ്റവും നല്ല സാധനമാണ് നമുക്ക് ശരീരത്തിന്. ഏറ്റവും നമ്മളത് തോരൻ വെച്ചൊക്കെ കഴിച്ചാൽ ഇത് വിറ്റാമിന് നമുക്കുണ്ട്. ഇത് നല്ല സാധനം, ടേസ്റ്റോ അപാരം തന്നെ. നമ്മളിതൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇന്നിങ്ങനെ കുറേ ചക്കക്കുരുവുണ്ട്, കുറേ മുരിങ്ങേൻ്റെ കായും ഉണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കില്ല ഞാൻ. ഒന്നാമത് എൻ്റെ മൊബൈൽ വളരെ മോശമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ശ്രമിക്കില്ല. നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എന്തായിപ്പോവും, അത് പിന്നെ എന്തോ ജാമായിട്ട് ഇങ്ങോട്ട് ഇത് കിട്ടൂല മൊബൈലെല്ലാം. പിന്നെ നമുക്ക് എന്തെടുത്താലും അത് ശരിയാകുകയില്ല. വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയൊക്കെ കളിക്കും. മൊബൈൽ നല്ലതല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നല്ല മൊബൈലാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും നമുക്കിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് അപ്പോഴത്തേക്ക് സ്റ്റോറേജ് നിറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. കാര്യം എന്ത് പറഞ്ഞാലും മൊബൈൽ മോശമായതുകൊണ്ട് വീഡിയോ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു പകുതിയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ എടുത്തത് മാഞ്ഞു അങ്ങോട്ട് ഡിലീറ്റായി പോയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് എടുക്കാനുള്ള ഇതുണ്ടാവില്ല. അപ്പോൾ ഒക്കെ എടുക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണ്. അപ്പോൾ മൊബൈലിൽ നമ്മൾ ഓരോ മാസം പൈസ ഇടുന്ന കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ചില മാസം എനിക്ക് പൈസ ഇടാനോ പൈസ ഉണ്ടാവില്ല കയ്യിൽ. അപ്പം എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര പാടായിരിക്കും. പൈസ ഇട്ടാലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും ഇന്ന് നമുക്ക് ഇത് എന്ത് ഭംഗിയാണ് കാണാൻ അല്ലേ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കണം. ഇത് ചക്കക്കുരു ആദ്യം വേവിക്കണം. അത് കഴിഞ്ഞ് നമ്മളിത് ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തോരൻ വയ്ക്കാൻ. രണ്ടും ഒന്നിച്ച് വേവുന്നതല്ല, രണ്ടും രണ്ട് വേവാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചിടാൻ പറ്റില്ല.